പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ തുടർച്ചയായ 17ാം ദിവസവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിലെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത് ഷാ സഭയിൽ മറുപടി പറയാൻ തയ്യാറാകണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴാകും അമിത് ഷാ സഭയിലെത്തുക എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. സഭാ സമ്മേളനം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നത് ഭരണപക്ഷത്തെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിന് പുറമെ അയോധ്യ രാമക്ഷേത്ര കൊള്ളയിലും ചർച്ച വേണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം നിലവിൽ ഉള്ളത്. ഇപ്പോൾ വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഫെമിന, ഗുഡ് മോർണിംഗ്. ഫെമിന, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചിട്ട് ഇന്ന് 17 ദിവസമാകുന്നു. ഇതുവരെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ എത്തിയിട്ടില്ല. ഇന്നെങ്കിലും അദ്ദേഹം എത്തുമോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. ഇനി അമിത് ഷാ വേണം മറുപടി പറയാൻ. ഈ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ പോലീസ് നടത്തിയ അതിക്രമം, അതുപോലെ തന്നെ അയോധ്യ രാമക്ഷേത്ര കൊള്ള, ഇതിലൊക്കെ മറുപടി പറയണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. ഇന്നെങ്കിലും അമിത് ഷാ സഭയിലെത്തുമോ? അതെ അവന്തിക, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി 17 ദിവസം പിന്നിടുമ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇതുവരെ സഭയിലെത്തിയിട്ടില്ല. പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 20-ാം തീയതി വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന പാർലമെന്റ് മാർച്ചിൽ വളരെ വലിയ തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അഴിച്ചുവിട്ടത്. ഇതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി നൽകണം. ആരാണ് പെല്ലറ്റ് ഗൺ, അതുപോലെ തന്നെ ബീഹാറിലെ AK-47 പോലെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ ആരാണ് അനുമതി നൽകിയത്? ഇതിന് ആഭ്യന്തരമന്ത്രി ഉത്തരം പറയണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, അയോധ്യ രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മറുപടി പറയണം എന്ന ആവശ്യവും പ്രതിപക്ഷം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇതുവരെ പാർലമെന്റിൽ വന്നിട്ടില്ല. പാർലമെന്റിന്റെ പരിസരങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും സഭയിലേക്ക് വരാനോ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനോ മറുപടി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 17 ദിവസങ്ങളായി സഭ പ്രക്ഷുബ്ധമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ കേന്ദ്ര പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു അമിത് ഷാ സഭയിൽ വരാൻ തയ്യാറാണ് എന്നറിയിച്ചത്. എന്നാൽ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവണം, അല്ലെങ്കിൽ പ്രതിപക്ഷം സഭയിൽ പ്രക്ഷുബ്ധമാക്കരുത് എന്നാണ് കിരൺ റിജിജു പറഞ്ഞത്. എന്നാൽ ഇന്നലെ അതിനെതിരെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചിരുന്നു. തങ്ങൾക്ക് വേണ്ടത് സ്പെസിഫിക് ആയിട്ടുള്ള ആൻസറാണ്. ആരാണ് ഇതിന് അനുമതി നൽകിയത്? ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ അക്രമം അയച്ചുവിടാൻ ആരാണ് അനുമതി നൽകിയത് എന്ന ഉത്തരം അമിത് ഷാ പറയണം. മറിച്ച് ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചർച്ച ചെയ്യാനല്ല, ഒരു ഉത്തരമാണ് തങ്ങൾക്ക് വേണ്ടത്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാൻ, ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അമിത് ഷാ തയ്യാറാകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ അമിത് ഷായുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കിരൺ റിജിജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നായിരുന്നു ഇന്നലെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ KC വേണുഗോപാൽ അടക്കം ഇതിനെ വിമർശിച്ചത്. ഇത്തരത്തിൽ സഭ മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ഇത്രയും ദിവസം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന അമിത് ഷാ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിലൊരു ചർച്ച ചെയ്യാമെന്നുള്ള തരത്തിൽ മറുപടിയുമായി വരുന്നത്. എന്നാൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റ് സഭയിൽ ഈ പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമായതുകൊണ്ട് തന്നെ പല ബില്ലുകളും ചർച്ച കൂടാതെയാണ് പാസാക്കിയത്. കേരളത്തിൻ്റെ പേരുമാറ്റുന്ന ബില്ല് ഇന്നലെ അവതരിപ്പിച്ചു. അമിത് ഷാ അവതരിപ്പിക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ പോലും സഹമന്ത്രിയായിരുന്നു അവതരിപ്പിച്ചത്. ഈ FCRA ബില്ല് പാസ്സാക്കുമോ എന്നുള്ള FCRA ഭേദഗതി ബില്ല് പാസ്സാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്രം മൗനം തുടരുകയാണ്. എന്തായാലും ഇന്ന് അമിത് ഷാ സഭയിലെത്തിയേക്കുമെന്നാണ് സൂചന എങ്കിൽ പോലും എപ്പോഴായിരിക്കും സഭയിലേക്ക് വരിക, ഈ ഒരു വിഷയങ്ങളിൽ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അവന്തിക. ശരി.